നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ കൊമേഴ്സുകാരുടെ അല്ലെ ഫൈനാൻസ് ഒക്കെ പഠിച്ചവരുടെ കരിയർ അവസരങ്ങളാണ്. കരിയർ അവസരം എന്ന് പറയുമ്പോൾ പഠന ജോലി അവസരങ്ങളാണ്. പഠന അവസരം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. പ്രത്യേകിച്ച് ഈ ബികോം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ എന്ത് പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ആ അവസരങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. ഈ വീഡിയോയിൽ നമ്മൾ മുഖ്യമായിട്ടും പരിശോധിക്കുന്നത് ഈ ബികോം അല്ലെ എംകോം അല്ലെ MBA ഫിനാൻസ് പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്കുള്ള തൊഴിൽ അവസരങ്ങളാണ്. ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ അവസരങ്ങളാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഓർക്കുക, ഈ കൊമേഴ്സ് പഠനം അല്ലെ ഫിനാൻസ് പഠനം എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ ഡിമാൻഡുള്ള അവസരങ്ങളാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ മാഗസിൻ ഒരു സർവേ നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വാല്യൂ ഉള്ള കോഴ്സായിട്ട് കണ്ടെത്തിയത് ബികോം കോഴ്സിനെയായിരുന്നു. എന്ന് മാത്രമല്ല, ഗവൺമെന്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ഉള്ളത് ഈ കൊമേഴ്സുകാർക്കാണ്. ഗവൺമെന്റ് മേഖലയിൽ മാത്രമല്ല, ഇന്ന് പ്രൈവറ്റ് മേഖലയിലും ഒട്ടനവധി അവസരങ്ങളാണ്. ഞാൻ പറയും, ഇപ്പോൾ IT അവസരങ്ങൾ കൊമേഴ്സുകാർക്ക് വരുന്നുണ്ട് എന്ന്. ഞാൻ പറയാനായിട്ട് കാരണം എൻ്റെ തന്നെ ഒരു അനുഭവം വെച്ചിട്ടാണ്. ഈ വർഷം ഒക്കെ ഞങ്ങളുടെ കോളേജിൽ ഏതാണ്ട് 150ഓളം ബികോംകാർക്കാണ് വളരെ മികച്ച പ്ലേസ്മെന്റ്, ഒരു 3 lakh മുതൽ 7 lakh പെർ ആനം ശമ്പളത്തിലൊക്കെ ജോലി കിട്ടിയത്. സാധാരണഗതിയിൽ കൂടുതൽ തൊഴിൽ ഓഫേഴ്സ് കിട്ടുന്നത് BCAക്കാർക്കായിരുന്നെങ്കിൽ ഈ കൊല്ലമൊക്കെ ബികോംകാർക്കാണ് കൂടുതൽ അവസരങ്ങൾ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കൊമേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ഫൈനാൻസ് ഡിഗ്രികൾ പഠിക്കുന്നവർക്കുള്ള അവസരങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ടെലിഗ്രാമിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ കൊമേഴ്സുകാരുടെയും ഫിനാൻസുകാരുടെയും ഒക്കെ ആദ്യത്തെ അവസരം നിങ്ങളൊക്കെ പറയുന്ന ഒരു അവസരം തന്നെയാണ് അക്കൗണ്ടിങ് മേഖലയിലെ അവസരങ്ങൾ. എന്നാൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ 1 or 2 അവസരങ്ങളെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. 100 കണക്കിന് അക്കൗണ്ടിങ് മേഖലയിലെ അവസരങ്ങൾ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെയുള്ള പല കമ്പനികളിലും ഈ ബികോം MCOM അല്ലെ MBA ഫിനാൻസ് MFMകാരെയൊക്കെ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഞാൻ ഒരു കമ്പനി സൂചിപ്പിക്കാം ഉദാഹരണത്തിനായിട്ട്. EY, പഴയ ഏണസ്റ്റ് ആൻഡ് യങ്. EY ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 10,000 പേരാണ് വർക്ക് ചെയ്യുന്നത്. അത് അടുത്ത സമയം കൊണ്ട് തന്നെ 20,000 പേര് ഹെഡ് കൗണ്ട് ഡബിൾ ആക്കുവാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്ന് അടുത്ത കാലത്തൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇതിൽ നല്ലൊരു പങ്ക് ഈ കൊമേഴ്സുകാരെയും ഫിനാൻസുകാരെയുമാണ് ഹയർ ചെയ്യുക എന്നുള്ള കാര്യം അറിയുക. അപ്പം EY പോലെയുള്ള ഇങ്ങനെയുള്ള 4 കമ്പനികളിലെ ബിഗ് 4 എന്ന് വിളിക്കും. അതായത് ലോകത്തെ തന്നെ ടോപ്പ് 4 കൺസൾട്ടൻസി കമ്പനികൾ. EY ഉണ്ട്, KPMG ഉണ്ട്, ഡെലോയിറ്റ് ഉണ്ട്, അതേപോലെ PwC ഉണ്ട്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്. ഇതിൽ EY ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത്. പിന്നെ KPMG ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ കൂടുതലും PGക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. KPMG, അതേപോലെ ഡെലോയിറ്റ് കേരളത്തിൽ നിന്ന് നന്നായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. EY മാത്രം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഏതാണ്ട് 72 പേരെയാണ് ഈ 2024-25 ബാച്ചിൽ നിന്ന് ഹയർ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഡെലോയിറ്റ്, ഈ KPMG ഒക്കെ ഹയർ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ, അതായത് ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികൾ, കൊമേഴ്സുകാർക്ക് ഒട്ടനവധി അവസരങ്ങളുണ്ട്. എന്ന് മാത്രവുമല്ല, ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസ്, ഉദാഹരണത്തിന് ബികോംകാരെയും അല്ലെങ്കിൽ MCOംകാരെയും ഒക്കെ നന്നായിട്ട് ഹയർ ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് TCS എന്നുള്ളത്. TCSന്റെ BPS ഡിവിഷനിലേക്ക്, ബിസിനസ് പ്രോസസ് സർവീസസ്, BPS ഡിവിഷനിലേക്ക് നന്നായിട്ട് കൊമേഴ്സുകാരെ ഹയർ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് വിപ്രോയ്ക്ക് WILP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും ഈ ഡിഗ്രിക്കാരെ, പ്രത്യേകിച്ച് ബികോം BBAക്കാരെ ഹയർ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവരുടെ ഹയർ സ്റ്റഡീസ് വിപ്രോയുടെ ചെലവിൽ പഠിക്കുവാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യും. പലപ്പോഴും കാണുന്ന സിംബയോസിന്റെ ഒക്കെ PGDM, എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, MBAക്ക് തുല്യമായത്. ഇത് ഈ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം വിപ്രോയിൽ ജോലി ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഡുവൽ അഡ്വാൻറ്റേജ് ആണ്. വിപ്രോയിൽ ജോലി ചെയ്യാം, ശമ്പളം നേടാം, അതിനോടൊപ്പം നിങ്ങളുടെ PG വിപ്രോയുടെ ചെലവിൽ ലഭിക്കുന്ന പ്രോഗ്രാംസ് വിപ്രോയിലുണ്ട്. 2023 വിപ്രോയുടെ ഒരു HR ടീം ഏതാണ്ട് 2000 ബികോംകാരെ, പ്രത്യേകിച്ച് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരെ കേരളത്തിൽ നിന്ന് ഹയർ ചെയ്യുവാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിരുന്നു
ആ ഒരു ഹയറിങ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ വിപ്രോ പോലെയുള്ള കമ്പനികൾ, TCS, ഇൻഫോസിസ്, ഇങ്ങനെയുള്ള ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനീസ്, അതേപോലെ ആക്സെഞ്ചർ, കൊഗ്നിസന്റ്, ഈ 2 IT കമ്പനികളും ബൾക്കായിട്ട് ബികോംകാരെ ഹയർ ചെയ്യുന്ന അല്ലെ BBAക്കാരെയൊക്കെ ഹയർ ചെയ്യുന്ന കമ്പനികളാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇത് പലതും കേരളത്തിൽ നന്നായിട്ട് ഹയറിങ് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെയുള്ള ചില കമ്പനികൾ, ഉദാഹരണത്തിന് കോണ്ടുവന്റ് എന്ന് പറഞ്ഞാൽ പഴയ സെറോക്സ് എന്ന കമ്പനിയിൽ നിന്ന് ഉള്ള മറ്റൊരു കമ്പനിയാണ്. ഈ കോണ്ടുവന്റ് ബികോംകാരെ നന്നായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എൻവെസ്റ്റ്നെറ്റ്, അതല്ലെങ്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തനങ്ങളുള്ള ഗൈഡ് ഹൗസ്, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ കൊച്ചി ഇൻഫോ പാർക്കിലെ OPI ഗ്ലോബൽ, EXL, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഈ കൊമേഴ്സുകാരെ, പ്രത്യേകിച്ച് ബികോംകാരെയൊക്കെ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന കമ്പനികളാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ നിങ്ങൾ ഓർക്കല്ലേ, ക്യാമ്പസിൽ വന്ന് മാത്രമാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം. നിങ്ങളുടെ ക്യാമ്പസിൽ ഈ കമ്പനികളൊന്നും ഹയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ പഠനം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഒക്കെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും ലഭ്യമായി കഴിഞ്ഞാൽ ഇവരൊക്കെ പലപ്പോഴും ഈ വോക്ക് ഇൻ ഇന്റർവ്യൂസ് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഫോ പാർക്കിലെയും ടെക്നോ പാർക്കിലെയും ഒക്കെ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അല്ലെങ്കിൽ ഇവരുടെ വേക്കൻസികൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. പലപ്പോഴും ഇങ്ങനെയുള്ള വേക്കൻസികൾ നമ്മൾ ഈ ചാനലിൽ തന്നെ സൂചിപ്പിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ കോണ്ടുവന്റ് ബികോംകാരെയൊക്കെ ബൾക്കായിട്ട് ഹയർ ചെയ്തിരുന്നൊക്കെ നമ്മുടെ ഈ ചാനലിൽ സൂചിപ്പിച്ചിരുന്നു. അതിനൊക്കെ ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് ഹയറിങ്ങൾ മനസ്സിലാക്കി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെ അതില്ലാത്ത കോളേജിലാണ് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ പോലും, ഇങ്ങനെയുള്ള കമ്പനികളിലെ ബൾക്ക് അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, വലിയ സ്കില്ലൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ബികോമിൽ അല്ലെങ്കിൽ കൊമേഴ്സ്, ഫിനാൻസ്, അതുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് സ്കിൽസ് ആവശ്യമാണ്. MS ഓഫീസ് ഒക്കെ നന്നായിട്ട് അറിയണം. ഇതൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ്. വലിയ ഒരു 60% കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. അല്ല വലിയ മാർക്കോ വലിയ ഇംഗ്ലീഷ് സ്കിൽസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ബേസിക് ആയിട്ട് ഈ 3-4 മേഖലകളിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഈ കമ്പനികളിലെയൊക്കെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയുള്ള പഠനശേഷം, റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തി അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓർക്കുക, ആദ്യത്തെ അവസരം ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കമ്പനികളിലെ ബൾക്കായിട്ടുള്ള അക്കൗണ്ടന്റ് മാത്രമല്ല എന്നുള്ള കാര്യം ഓർക്കുക. പലപ്പോഴും അവർ അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് മേഖലയിൽ ഇവർ വിളിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ അഷുറൻസ് മേഖലയിൽ, അല്ലെ ടാക്സ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്, ഫിനാൻസ്, ഇങ്ങനെയുള്ള മേഖലകളിൽ ഈ കമ്പനികൾ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്നുണ്ട് എന്നറിയുക. ഓർക്കുക, HCL എന്ന് പറഞ്ഞ പ്രമുഖ IT കമ്പനിയും ഈ കൊമേഴ്സ്, ഫൈനാൻസുകാരെ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നുള്ള കാര്യം. അവരുടെ തന്നെ പണ്ട് അവർക്കൊരു അമേരിക്കൻ കമ്പനിയായി സ്റ്റേറ്റ് സ്ട്രീറ്റുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. HCL സ്ട്രീറ്റ് ഈ കൊമേഴ്സുകാരെ നന്നായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതേപോലെ MRF പ്രത്യേകിച്ച് 2025 കൊമേഴ്സുകാരുടെ നല്ലതായിട്ട് ഹയറിങ് നടത്തിയിരുന്നു. ഇതൊന്നും കൂടാതെ L&T ഗ്രാജുവേറ്റ് കൊമേഴ്ഷ്യൽ ട്രെയിനി എന്ന തസ്തികയിലേക്കൊക്കെ കൊമേഴ്സുകാരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികളിൽ ഒട്ടനവധി ബൾക്ക് ഹയറിംഗ് അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു അവസരം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ BFIകളിലുള്ള അവസരമാണ്. BFI എന്ന് പറഞ്ഞാൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ് കമ്പനികളിലെ അവസരങ്ങൾ. ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ബാങ്കുകൾ അത് എല്ലാ ഡിഗ്രിക്കാരെയും ഹയർ ചെയ്യാറുണ്ട്. അല്ലെ എല്ലാ PGക്കാരെയും, ഡിഗ്രിക്കാരെ ക്ലറിക്കൽ തസ്തികയിലേക്കും PGക്കാരെ പൊതുവെ ഈ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കും ഹയർ ചെയ്യാറുണ്ട്. അവിടെ BCom അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചു എന്നതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. എന്നാൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ BCom കോർപ്പറേഷൻകാർക്ക് പ്രിഫറൻസ് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ബാങ്കുകളിലേക്ക് ഹയറിംഗ് അവസരങ്ങളുണ്ട്. ബൾക്കായിട്ട് ഹയർ ചെയ്യുന്നതാണ് ബാങ്കിലെ അവസരങ്ങൾ. പ്രത്യേകിച്ച് ക്ലറിക്കൽ, പ്രൊബേഷണറി ഓഫീസർ തസ്തികകൾ, അത് SBI പോലെയുള്ള ബാങ്കുകൾ, അതല്ലെങ്കിൽ മറ്റ് ബാങ്കുകൾ, മറ്റ് ബാങ്കുകൾ, ഇതൊന്നും കൂടാതെ ഗ്രാമീണ ബാങ്കുകൾ, ഇതിലേക്കൊക്കെയുള്ള ബൾക്കായിട്ടുള്ള ഹയറിങ് നടക്കുന്നുണ്ട്. അതെല്ലാ ഡിഗ്രിക്കാർക്കും ഉള്ള അവസരങ്ങളാണ്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നമുക്കറിയാം, അതിനുവേണ്ടി തന്നെയുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമുണ്ട്, IBPS എന്നുള്ളത്. അപ്പോൾ IBPS വഴി എല്ലാ ഡിഗ്രിക്കാരെയും പോലെ കൊമേഴ്സുകാർക്ക് ബാങ്കിങ് അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇനി ബാങ്കിങ് കൂടാതെ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനീസ്, ഉദാഹരണത്തിന് ഈ NBFCകൾ, ഉദാഹരണത്തിന് നമ്മുടെ മുത്തൂറ്റ്, മണപ്പുറം പോലെയുള്ള കമ്പനികൾ ബൾക്കായിട്ട് കൊമേഴ്സുകാരെ ഹയർ ചെയ്യുന്നുണ്ട്.
പക്ഷേ മിക്കവാറും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കമ്പനികളൊക്കെ ആദ്യം കേരളത്തിന് വെളിയിലുള്ള അവസരങ്ങളായിരിക്കും നമുക്ക് തരിക, പിന്നീടായിരിക്കും കേരളത്തിലേക്ക് മാറാനായിട്ട് കഴിയുക. അതേപോലെ തന്നെ ഇവരെ ഓഡിറ്റിലേക്കൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ട്രാവലൊക്കെ ആവശ്യമായിട്ട് വരും. ആ രണ്ട് കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ ഈ NBFC-കളിൽ കൊമേഴ്സുകാർക്ക് ഫൈനാൻസ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട് എന്നറിയുക. അതുകൂടാതെ മറ്റൊരു മേഖലയാണ് മൈക്രോ ഫിനാൻസ് എന്നുള്ളത്. അതായത് ഈസാഫ് പോലെയുള്ള കമ്പനികളിൽ നല്ല അവസരങ്ങൾ ഈ ഇങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്കുണ്ട്. ഇതുകൂടാതെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അവസരങ്ങളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളെന്ന് പറയുമ്പോൾ ജിയോജിത്ത് പോലെയുള്ള കമ്പനികളിലൊക്കെ ഈ കൊമേഴ്സുകാർക്കും ഒക്കെ അവസരങ്ങളുണ്ട് എന്നറിയുക. അപ്പോൾ രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത് BFI, ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ഒരു ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതല്ല, ഈ ഇൻഷുറൻസ് കമ്പനികളിൽ തന്നെ ഫുൾ ടൈം ആയിട്ടുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി ഒട്ടനവധി ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെയൊക്കെ ഈ കൊമേഴ്സുകാരുടെ ഹയറിംഗ് ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കമ്പനികളിലെ ഒരു അവസരമാണ് റിസ്ക് അനാലിസിസ് എന്നുള്ളത്. അതായത് ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അവർക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട്, അവർക്ക് എത്ര പോളിസി തുക വേണ്ടി വരും, ഇക്കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസ്ക് അനാലിസിസ് മേഖലയിൽ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ ആക്ച്വറിയൽ സയൻസ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വലിയ അവസരം, വളരെ മികച്ച ശമ്പളമുള്ള അവസരങ്ങൾ ഈ റിസ്ക് അനാലിസിസ് മേഖലയിൽ ഇൻഷുറൻസ് കമ്പനികളിലുണ്ട് എന്നറിയുക. അപ്പോൾ പൊതുവെ ഈ കൊമേഴ്സുകാരെ BFI മേഖലയിൽ നന്നായി ഹയറിംഗ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇനി പൊതുവെ കൊമേഴ്സുകാർക്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്ക് പോകാൻ പറ്റുന്ന ചില മേഖലകളാണ്. ഒന്ന് ഈ ടാക്സിംഗ് ആയി ബന്ധപ്പെട്ട മേഖലകൾ, മറ്റൊന്ന് ഓഡിറ്റിങ്, വേറെ ഒന്നാണ് ഈ ലോജിസ്റ്റിക്സ് പോലെയുള്ള മേഖലകൾ, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള മേഖലകളിലേക്കൊക്കെ അവസരങ്ങളുണ്ട് എന്നറിയുക. പക്ഷേ ഈ മേഖലയിലൊക്കെ കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് NISM പോലെയുള്ള സർട്ടിഫിക്കേഷനിൽ എടുത്തിട്ട് ഈ മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ ഷെയർ ബ്രോക്കിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പോർട്ട്ഫോളിയോ അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. ലോജിസ്റ്റിക്സ് പോലെയുള്ള ചില കോഴ്സുകൾ എടുത്ത് അങ്ങനെയുള്ള അവസരങ്ങൾ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിറ്ററായിട്ട് പല കമ്പനികളിലും ജോലി ചെയ്യുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് നാം അറിയുന്ന പോലെ ഇപ്പോൾ ഒരു GSTയുടെ ഒരു ടാക്സ് കൺസൾട്ടന്റ് ആകുവാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടില്ല. മിക്കവാറും കമ്പനികളൊക്കെ ഈ GST ഫയലിംഗ് വർഷത്തിൽ പല പ്രാവശ്യം നടത്തേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളുടെ സഹായമാണ് അവർ എടുക്കാറുള്ളത്. അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയലിങ്ങിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ നല്ലൊരു പങ്ക് ആൾക്കാരും ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്നത് ഇതേപോലെയുള്ള കൺസൾട്ടൻസികളുടെ സഹായത്തോടെ ആയിരിക്കും. അപ്പം ഈ GST അല്ലെ ഇൻകം ടാക്സ് ഫയലിങ്, ഇങ്ങനെയുള്ള ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ഒരു സ്വന്തം ബിസിനസ് ഒക്കെ ആരംഭിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ മേഖലയിലേക്കൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ ചില ചെറിയ കോഴ്സുകളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം ടാക്സ് കൺസൾട്ടൻസി, അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലോജിസ്റ്റിക്സ്, അതല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ അനാലിസിസ് പോലെയുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ്, അല്ലെങ്കിൽ ഈ ഷെയർ ട്രേഡിംഗ് ഏരിയകളിലെ അവസരങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിയുക. മറ്റു ചില മേഖലകൾ കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആണ്, അതല്ലെങ്കിൽ കൊമേഴ്സ്, ഇതൊന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ റിട്ടയർ ചെയ്തവർക്കൊക്കെയുള്ള കൺസൾട്ടൻസി, റിട്ടയർമെന്റ് കൺസൾട്ടൻസി, അതല്ലെങ്കിൽ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് വേണ്ട കൺസൾട്ടൻസി കൊടുക്കുക, മ്യൂച്വൽ ഫണ്ടിന്റെ കൺസൾട്ടന്റ് ആവുക. ഇങ്ങനെ കൺസൾട്ടൻസികൾ, അത് വിവിധ മേഖലകളിലെ കൺസൾട്ടൻസികൾ കൊടുക്കുവാനുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഈ മേഖലയിൽ ഏതെങ്കിലുമൊക്കെ നല്ല ഗ്രാഹ്യം, നല്ല നോളജ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പോലെയുള്ള മേഖലയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചില കോഴ്സുകൾ കൂടി എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിൽ അവസരങ്ങളുണ്ട് എന്നറിയുക. ഇനിയുമുള്ള മറ്റൊരു അവസരം, എല്ലാ ഡിഗ്രിക്കാർക്കും പോകാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലും ഓപ്പൺ ആണ് എന്നുള്ള കാര്യം അറിയുക. ഉദാഹരണത്തിന് ഗവൺമെന്റ് ജോലികളിലേക്ക് പോവുക. ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് കൊമേഴ്സുകാർക്കാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് മേഖലയിലെ അവസരങ്ങൾ, പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോഴും 2-3 വർഷം ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടി, കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നത് ഉചിതമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഗവൺമെന്റ് മേഖലയിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് പോലെയുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ കൊമേഴ്സിന് ഈ അക്കൗണ്ടിങ്ങും ടാക്സേഷനും
അതല്ലെങ്കിൽ മാർക്കറ്റിംഗും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു സംരംഭം ആരംഭിക്കുവാനായിട്ട് വളരെ എളുപ്പമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം സ്വയം സംരംഭം, ഗവൺമെന്റ് പോലെയുള്ള അവസരങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതിലുപരിയാണ് എല്ലാ ഡിഗ്രിക്കാർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒട്ടനവധി മേഖലകൾ. ഉദാഹരണത്തിന് ഇന്ത്യൻ സിവിൽ സർവീസിലെ അവസരങ്ങളിലേക്ക് എത്താം, ഇന്ത്യൻ ഡിഫൻസിലെ അവസരങ്ങളിലേക്ക് എത്താം. ബാങ്കിങ് എന്ന അവസരം ഞാൻ സൂചിപ്പിച്ചു. മറ്റൊരു അവസരമാണ് IT എന്നുള്ളത്. IT മേഖലയിലേക്ക് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ ചില IT കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മേഖലയിലേക്കൊക്കെ തിരിയുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ഈ കൊമേഴ്സ്, ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്കുള്ള ഒരു നല്ലൊരു കോഴ്സാണ് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളത്. ഡാറ്റ അനലിറ്റിക്സ് പഠിച്ചുകൊണ്ട് ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് IT മേഖലകളിലേക്ക് നിങ്ങൾക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അത്ര ബുദ്ധിമുട്ടുള്ള ചില മേഖലകളല്ല ഈ ഡാറ്റ അനലിറ്റിക്സും അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും. അപ്പോൾ IT നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗോ ഡാറ്റ അനലിറ്റിക്സോ ഇതിനൊക്കെ വളരെ വിശദമായിട്ട് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കണ്ട് ആ അവസരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ MCA പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു ഫുൾ ടൈം IT അവസരങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. കോഴ്സുകളെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സൂചിപ്പിക്കാം. അപ്പം പൊതുവെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന മേഖലകൾ, മറ്റൊരു മേഖലയാണ് ടീച്ചിങ് എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു +2 ലെവലിൽ മുതൽ നിങ്ങൾക്ക് അധ്യാപകരാകുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഒരു +2 അധ്യാപകരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു B.Ed ഒക്കെ ആവശ്യമായിട്ട് വരും. ഇനി കോളേജ് ലെവലിലൊക്കെ അധ്യാപകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു PG നേടേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ നെറ്റ് പോലെയുള്ള അല്ലെ സെറ്റ് പോലെയുള്ള എക്സാമിനേഷനുകൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ചില എക്സാമിനേഷനുകളൊക്കെ ക്ലിയർ ചെയ്ത് അധ്യാപകരായിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ കൊമേഴ്സുകാരുടെ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടനവധി മേഖലകളിൽ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഓർക്കുക, ഇതൊക്കെ കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയറായ റെയിൽവേയിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ PSUകൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ കമ്പനികളിലെ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ശമ്പളവും അതോടൊപ്പം നല്ല പേർക്സും ഒക്കെ നൽകുന്ന കമ്പനികളാണ് PSUകൾ എന്നുള്ളത്. അപ്പോൾ ഈ PSUകൾ പോലെയുള്ള അവസരങ്ങൾ, ഇതല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക്, ഇല്ലെങ്കിൽ BPO കമ്പനികൾ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഏത് മേഖലയിലേക്കും പോവുകയാണെങ്കിലും അവിടെ വേണ്ട പ്രാക്ടിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഉദാഹരണത്തിന് ഒരു BCom അല്ലെ ഒരു MCom അല്ലെ ഒരു MBA ഫിനാൻസുകാരനൊക്കെ ഒരു ടാലി പോലെയുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെ SAPയുടെ ഒക്കെ ഒരു ബേസിക് കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ MS ഓഫീസ് നന്നായിട്ട് അറിയുക, ഗൂഗിൾ സ്യൂട്ട് അറിയുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രാക്ടിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് കൂടി സംസാരിക്കാൻ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, വലിയ മാർക്കോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. ബേസിക് ആയിട്ട് ഒരു 60% ഒക്കെ മാർക്ക് നേടാൻ കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ സ്കില്ലും കൂടി നേടാൻ കഴിഞ്ഞാൽ അവസരങ്ങൾ കണ്ടെത്തി ഇങ്ങനെയുള്ള ജോലികളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതിന് നമ്മുടെ സഹായം ഉണ്ടാകും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ, പ്രത്യേകിച്ച് ഈ കൊമേഴ്സ്, ഫൈനാൻസ് മേഖലയിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് നമ്മൾ ഈ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്കുള്ള ഇനിയുള്ള പഠന അവസരങ്ങൾ അത് വിശദമാക്കുന്ന മറ്റൊരു വീഡിയോയും കൂടി ഈ ചാനലിൽ നൽകും. അതും കാണാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.